പ്രോഗ്രസ് പി എസ് സിയുടെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിനെ കുറിച്ചാണ്. ഓക്കെ, ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേറ്റുകളായിട്ട് വരിയായിട്ട് പഠിച്ചു വരികയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ജമ്മു കാശ്മീരിനെ കുറിച്ച് പഠിച്ചു. അടുത്ത നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റേറ്റാണ് ഹിമാചൽ പ്രദേശ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിന്റെ ബോർഡേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിന്റെ അതിർത്തി. ഹിമാചൽ പ്രദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും രാജ്യമുണ്ടെങ്കിൽ അതും. ഓക്കെ, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, ഫസ്റ്റ് ഡേ നോക്കാൻ പോകുന്നത്. അപ്പൊ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഇതാ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഹിമാചൽ പ്രദേശ്. അപ്പൊ ഹിമാചൽ പ്രദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഉള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാരാണ്? ഇത് ലഡാക്കാണ്. ഓക്കെ, അപ്പോൾ മുകളിൽ ലഡാക്കാണ്. അതിന്റെ അടുത്ത സൈഡിലായിട്ട് ആരുണ്ട്? ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ട്. ഓക്കെ, ഈ കാണുന്നത് ജമ്മു ആൻഡ് കാശ്മീരാണ്. ഇതാരാണ്? ഇത് പഞ്ചാബാണ്. ഇതാരാണ്? ഇത് ഹരിയാനയാണ്. ഇത് ഉത്തരാഖണ്ഡ്. ഓക്കെ, ഇത് ഉത്തരാഖണ്ഡ്. പിന്നെ ഇവിടെയാണ് ഒരു ഇന്റർനാഷണൽ അതിർത്തി ഉള്ളത്. ഇത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ടിബറ്റ് ആണ്. ഓക്കെ, ടിബറ്റ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ആരുടെ അതിർത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാചൽ പ്രദേശിന്റെ അതിർത്തി. ലഡാക്ക് ഉണ്ട്, ജമ്മു കാശ്മീർ ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, ഹരിയാന ഉണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, കൂടാരും ഉണ്ട്, ടിബറ്റും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവയാണ് ആരുടെ അതിർത്തി? ഹിമാചൽ പ്രദേശിന്റെ അതിർത്തി എന്ന് പറയുന്നത്. അടുത്ത ഹിമാചൽ പ്രദേശ് നിലവിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് നിലവിൽ വരുന്നത് 1971 ജനുവരി മാസം 25-ാം തീയതിയാണ്. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് നിലവിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1971 ജനുവരി മാസം 25-ാം തീയതിയാണ്. ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷിംലയാണ്. ഓക്കെ, ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് ഷിംല. ഈ ഷിംലയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ്? ഷിംലയാണ്. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശിന്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിംലയാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന പ്രദേശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഷിംലയാണ്. ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ്. ഹിന്ദി കൂടാതെ അവിടെ സംസാരിക്കുന്ന മറ്റൊരു ഭാഷയാണ് പഹാരി എന്ന് പറയുന്നത്. ഓക്കെ, പഹാരി ഹിമാചൽ പ്രദേശിലെ മറ്റൊരു ഭാഷയാണ് പഹാരി എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിലെ ഏകദേശം ഏരിയ എന്ന് പറയുന്നത് 55,673 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഏകദേശം 55,673 കിലോമീറ്റർ സ്ക്വയർ ആണ് അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് 6.8 മില്യൺ ആണ്. അവിടുത്തെ ലിറ്ററസി റേറ്റ് അല്ലെങ്കിൽ സാക്ഷരത എന്ന് പറയുന്നത് എത്രയാണ്? 86%. ഓക്കെ, അപ്പൊ കേരളം പോലെ തന്നെ നല്ല സാക്ഷരതയുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിന്റെ സാക്ഷരത എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 86% ആൾക്കാരും അവിടെ സാക്ഷരരാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സ്റ്റേറ്റ് ബേർഡ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ട്രാഗോപ്പൻ എന്ന് പറയുന്ന ഒരു ബേർഡാണ്. ഓക്കെ, ഇപ്പൊ വെസ്റ്റേൺ ട്രാഗോപ്പൻ എന്ന് പറയുന്ന ബേർഡാണ് അവിടുത്തെ സ്റ്റേറ്റ് ബേർഡായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് അനിമൽ എന്ന് പറയുന്നത് സ്നോ ലെപ്പേർഡാണ്. ഓക്കെ, അപ്പൊ സ്നോ ലെപ്പേർഡാണ് അവരുടെ സ്റ്റേറ്റ് അനിമൽ. അതുപോലെ തന്നെ അവരുടെ ബേർഡ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ബേർഡ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ട്രാഗോപ്പൻ എന്ന് പറയുന്നതാണ്. ഓക്കെ, പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂഡി, അതുപോലെ തന്നെ കായങ്ക. ഓക്കെ, ലൂഡി, കായങ്ക എന്നീ ഡാൻസ് ഫോംസ് ഏത് സ്റ്റേറ്റിലേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയണം? അത് ഹിമാചൽ പ്രദേശിലേതാണ്. ഓക്കെ, അപ്പൊ ലൂഡി, കായങ്ക ഡാൻസ് ഫോംസ് എവിടുത്തെയാണ്? അത് ഹിമാചൽ പ്രദേശിലേതാണ്. സ്റ്റേറ്റ് ബേർഡ് ഏതാണ്? വെസ്റ്റേൺ ട്രാഗോപ്പൻ ആണ്. സ്റ്റേറ്റ് അനിമൽ ഏതാണ്? സ്നോ ലെപ്പേർഡ് ആണ്. ഓക്കെ, അവിടെ എക്കോണമി പ്രധാനമായിട്ട് എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? കൃഷിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഏകദേശം 65% എന്താണ്? കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആരുടെ എക്കോണമി? ഹിമാചൽ പ്രദേശിന്റെ എക്കോണമി. അതല്ലാതെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടൂറിസമാണ്. ഓക്കെ, അപ്പൊ ടൂറിസം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രദേശങ്ങൾ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. പിന്നെ ഹിമാചൽ പ്രദേശിലെ നിലവിലെ ഗവർണർ ആണെന്ന് ചോദിച്ചാൽ പ്രതാപ് ശുക്ല എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ആരാണ്? ശിവ് പ്രതാപ് ശുക്ല. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശിലെ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിവ് പ്രതാപ് ശുക്ല എന്ന് പറയുന്ന ആളാണ്. എന്ന് മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഫെബ്രുവരി 13 മുതൽ ആരാണ്? ഈ പറഞ്ഞ ശിവ് പ്രതാപ് ശുക്ല എന്ന് പറയുന്ന അദ്ദേഹമാണ് ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായിട്ട് ഇരിക്കുന്നത്. ഇപ്പൊ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താക്കൂർ സുഖ്വീന്ദർ സിംഗ് സുഖു. ഓക്കെ, ആരാണ്?
താക്കൂർ സുഖ്വീന്ദർ സിംഗ് സുഖു, അദ്ദേഹമാണ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ. ഹിമാചൽ പ്രദേശിലെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് താക്കൂർ സുഖ്വീന്ദർ സിംഗ് സുഖു. എന്ന് മുതലാണ്? 2022 ഡിസംബർ 11 മുതൽ അദ്ദേഹമാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഹിമാചൽ പ്രദേശ് നിലവിൽ വരുന്നത് 1971 ജനുവരി 25 തീയതിയാണ്. ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ ഷിംലയാണ്. പ്രധാനപ്പെട്ട ലാംഗ്വേജസ്, ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട ലാംഗ്വേജസ് പഹാരി, അതുപോലെ തന്നെ ഹിന്ദി എന്നിവയാണ്. അവിടുത്തെ ഡാൻസ് ഫോം എന്ന് പറയുന്നത് ലൂഡി, അതുപോലെ തന്നെ കായങ്ക എന്നിവയാണ്. ലൂഡി, കായങ്ക എന്നിവയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ലിറ്ററസി റേറ്റ് അല്ലെങ്കിൽ സാക്ഷരത 86%. പോപ്പുലേഷൻ 6.8 മില്യൺ ആണ്. ഓക്കെ, അവിടുത്തെ സ്റ്റേറ്റ് ബേർഡ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ട്രാക്കോപ്പൻ എന്ന് പറയുന്ന ബേർഡാണ്. ഓക്കെ, വെസ്റ്റേൺ ട്രാക്കോപ്പൻ എന്ന് പറയുന്ന ബേർഡാണ്. അതുപോലെ അവിടുത്തെ സ്റ്റേറ്റ് അനിമൽ എന്ന് പറയുന്നത് സ്നോ ലെപ്പേഡാണ്. ഓക്കെ, സ്നോ ലെപ്പേഡാണ് ഹിമാചൽ പ്രദേശിന്റെ സ്റ്റേറ്റ് അനിമൽ എന്ന് പറയുന്നത്. അടുത്ത ഗവർണർ, നിലവിലത്തെ അവിടുത്തെ ഗവർണർ എന്ന് പറയുന്നത് ശിവ് പ്രതാപ് ശുക്ലയാണ്. ശിവ് പ്രതാപ് ശുക്ല, അദ്ദേഹം 2023 ഫെബ്രുവരി 13 മുതൽ ഗവർണറായി സേവനം അനുഷ്ഠിച്ചു വരികയാണ്. അതുപോലെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് താക്കൂർ സുഖ്വീന്ദർ സിംഗ് സുഖു ആണ്. ഓക്കെ, താക്കൂർ സുഖ്വീന്ദർ സിംഗ് സുഖു. ഓക്കെ, ഇനി ഹിമാചൽ പ്രദേശിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാം. എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന പദ്ധതി നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ്. അതായത് എവരി ഫാമിലി, എല്ലാ കുടുംബത്തിനും ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറയണം? ഹിമാചൽ പ്രദേശ് എന്ന് പറയണം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈടെക് നിയമസഭ ഈ വിധാൻ നിലവിൽ വന്ന സംസ്ഥാനവും ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, ആദ്യത്തെ ഹൈടെക് നിയമസഭ, ആ ഹൈടെക് നിയമസഭയെ പറയുന്ന പേരാണ് ഈ വിധാൻ. ഓക്കെ, അപ്പൊ ഈ വിധാൻ എന്ന് പറയും. ഈ വിധാൻ എന്ന് പറയുന്ന ഹൈടെക് നിയമസഭ നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, ഇപ്പൊ എല്ലാ കുടുംബത്തിനും ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഹൈടെക് നിയമസഭ അല്ലെങ്കിൽ ഈ വിധാൻ നിലവിൽ വന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഹിമാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് ബാൻ ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം, ഓക്കെ, പ്ലാസ്റ്റിക് നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, പ്ലാസ്റ്റിക് ബാൻ ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട് ബൗൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇന്ത്യയുടെ പഴക്കൂട എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ പഴക്കൂട, അതുപോലെ തന്നെ ഋതുക്കളുടെ സംസ്ഥാനം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് ഹിമാചൽ പ്രദേശാണ്. അപ്പൊ ഇന്ത്യയുടെ പഴക്കൂട എന്നും ഇന്ത്യയുടെ ഋതുക്കളുടെ സംസ്ഥാനം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? അത് ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, ഇന്ത്യയുടെ പഴക്കൂട, അതുപോലെ തന്നെ ഋതുക്കളുടെ സംസ്ഥാനം, എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നതും ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴത്തേക്ക് അതിൽ ആദ്യമായിട്ട് ഇലക്ഷൻ നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശിലെ കിന്നൂർ ജില്ലയിലെ ചിനി താലൂക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ നടന്നപ്പോൾ അന്ന് ആദ്യമായിട്ട് വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയുടെ മൗണ്ടൈൻ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഹിമാചൽ പ്രദേശിനെയാണ്. മൗണ്ടൈൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ പർവ്വത സംസ്ഥാനം, ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം, മൗണ്ടൈൻ സ്റ്റേറ്റ് അഥവാ ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? അതും ഹിമാചൽ പ്രദേശിനെയാണ്. അപ്പൊ എല്ലാ ഫാമിലിയിലും എല്ലാ കുടുംബത്തിലും ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കിയത് ഹിമാചൽ പ്രദേശിലാണ്. ആദ്യത്തെ ഹൈടെക് നിയമസഭ ഈ വിധാൻ നിലവിൽ വന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് ബാൻ ചെയ്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫ്രൂട്ട് ബൗൾ, ഇന്ത്യയുടെ പഴക്കൂട എന്നും എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നും അറിയപ്പെടുന്നത് ആരെയാണ്? ഹിമാചൽ പ്രദേശിനെയാണ്. ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോക്സഭാ ഇലക്ഷൻ നടന്നപ്പോഴത്തേക്ക് അതിനകത്ത് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിലെ കിന്നൂർ ജില്ലയിലെ ചിനി എന്ന് പറയുന്ന താലൂക്കിലാണ് ആദ്യമായിട്ട് ആ ഇലക്ഷൻ നടന്നത്. ഇനി മൗണ്ടൻ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നതും ഏതിനെയാണ്? ഹിമാചൽ പ്രദേശിനെയാണ്. ഓക്കെ, ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നറിയപ്പെടുന്നതും ഹിമാചൽ പ്രദേശാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനം എന്നറിയപ്പെടുന്നതും ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനം, കാർബൺ ഫ്രീ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഹിമാചൽ പ്രദേശാണ്. പുകവലി രഹിത സംസ്ഥാനം, ഓക്കെ, പുകവലി രഹിത സംസ്ഥാനമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പുകവലി രഹിത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഹിമാചൽ പ്രദേശിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി രഹിത സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം
അതും ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ഫ്രീ അല്ലെങ്കിൽ കാർബൺ വിമുക്ത സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. പ്ലാസ്റ്റിക് ബാൻ ചെയ്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ പുകവലി രഹിത സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പഴ സംസ്കരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്രൂട്ട് പ്രോസസ്സിംഗ് സെന്റർ അല്ലെങ്കിൽ ഏറ്റവും വലിയ പഴ സംസ്കരണ കേന്ദ്രം. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലിയ പഴ സംസ്കരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഹിമാചൽ പ്രദേശിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ പഴ സംസ്കരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. പിന്നെ ആപ്പിൾ പ്രൊഡക്ഷനിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? അതും ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, അപ്പൊ ആപ്പിളിന്റെ ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? അത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു വനിതാ ചീഫ് ജസ്റ്റിസ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഒരു വനിതാ ചീഫ് ജസ്റ്റിസ് ആദ്യമായിട്ട് വന്നത് ഏത് സംസ്ഥാനത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷം ഒരുപാട് വനിതാ ചീഫ് ജസ്റ്റിസുമാർ വന്നിട്ടുണ്ട്. എന്നാൽ ഏറ്റവും ആദ്യമായിട്ട് ഒരു വനിതാ ചീഫ് ജസ്റ്റിസ് ആവുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലീലാ സേത്ത് ആണ്. ഓക്കെ, ലീലാ സേത്ത്. വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1991. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിത ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്നത്, ഓക്കെ, ഒരു വനിത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്നത് ലീലാ സേത്താണ്. എന്നാണ് 1991. അത് ഏത് സംസ്ഥാനത്തിന്റെ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാലാണ് ഹിമാചൽ പ്രദേശിൻ്റെ. ഓക്കെ, അപ്പൊ ഹിമാചൽ പ്രദേശിന്റെ ചീഫ് ജസ്റ്റിസ് ആയ അല്ലെങ്കിൽ ഇന്ത്യയിൽ ചീഫ് ജസ്റ്റിസ് ആയ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ലീലാ സേത്താണ്. ഓക്കെ, എന്നാണ് 1991. 1991 ലീലാ സേത്ത് ഹിമാചൽ പ്രദേശിന്റെ ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആവുന്നത്.